الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الله سبحانه وتعالى നമ്മുടെ സൂറത്തുൽ കബൂലാക്കിയിരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും റഹ്മത്തും സന്തോഷവും പ്രദാനം ചെയ്തിരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ മുഴുവൻ പേർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകിയിരിക്കുമാറാകട്ടെ. പ്രയാസങ്ങളിൽ കഴിയുന്ന പ്രതിസന്ധികളിൽ കഴിയുന്ന രോഗങ്ങളിൽ കഴിയുന്ന മുഴുവൻ പേർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ്ണമായി ശിഫയും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന അക്രിമു ഔലാദകും വഹ്സിനു അദ്ബഹും, നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളെ നിങ്ങൾ ആദരിക്കണം, അവരോട് നിങ്ങൾ മാന്യമായി ബന്ധം പുലർത്തണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹ്സിനു അദ്ബഹും, അവർക്ക് നല്ല സംസ്കാരങ്ങളെ അദബുകളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. നമ്മുടെ മക്കളെന്ന് പറയുന്നത് നമ്മുടെ കൺകുടുംബങ്ങളാണ്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങളാണ്. ഇപ്പോൾ വെക്കേഷന്റെ ടൈം കൂടിയാണ്. അവരെ ധാർമ്മികമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പറഞ്ഞേക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അതിന് അനുവാദം നൽകുന്നതിന് പകരം, അല്ലെങ്കിൽ നമ്മുടെ കൈകളിൽ നിന്നും കൈവെള്ളങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നാം രക്ഷപ്പെടുന്നതിന് വേണ്ടിയൊക്കെ നമ്മുടെ മക്കളെ പരിപൂർണമായി ദീനിയായ രീതിയിൽ വളർത്തുവാനും ഇസ്ലാമിക അന്തരീക്ഷത്തിൽ വളർത്തുവാനും ഒക്കെ ഒരു പരിശ്രമം നാം നടത്തേണ്ടതുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണ്. കാരണം നാളെ പരലോകത്തേക്ക് എത്തുമ്പോൾ നമുക്ക് എല്ലാ നിലയ്ക്കും നമ്മുടെ ജീവിതത്തിലെ സമ്പാദ്യങ്ങളാകുന്ന മക്കൾ നമുക്ക് നാളെ റബ്ബിന്റെ മുന്നിൽ അനുകൂലമായ വർത്തമാനം പറഞ്ഞ് സാക്ഷി പറഞ്ഞ് എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും എനിക്ക് നല്ലതുപോലെ നന്മകൾ പകർന്നു നൽകിയവരാണ് എന്ന് അള്ളാഹുവിന്റെ മുന്നിൽ പറയേണ്ടവരാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. സ്വർഗത്തിലെ പൂമ്പാറ്റകളാണ് കുട്ടികൾ. നമ്മുടെ മക്കൾ സ്വർഗത്തിലെ പൂമ്പാറ്റകളാണ്. അതുകൊണ്ട് തന്നെ അക്രിമു ഔലാദകും, നിങ്ങൾ അവരോട് നിങ്ങൾ മാന്യമായി നിങ്ങൾ പെരുമാറണം. മക്കളെ പിന്നെ സാധാരണ രീതിയിൽ കണ്ടുവരാറുള്ള രീതി എന്ന് പറയുന്നത് എന്തോ ഒരു ഭീകര ജീവികളെ പോലെ പെരുമാറുന്ന രീതികളൊക്കെ മക്കളോട് ഒരിക്കലും അത് ഒരു ശരിയായ രീതിയിൽ മക്കളെ കാണുമ്പോൾ വാപ്പ എന്ത് ചെയ്യാൻ തിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ വാപ്പ പോകുന്ന ഡോറിലൂടെ എന്ത് ചെയ്യാൻ മക്കളുടെ അടുക്കളയിലൂടെ പോവുക, അങ്ങനെയൊന്നും അല്ല. നമ്മളെപ്പോഴും സോഷ്യലായിരിക്കണം മക്കളോട്. ആ മക്കളോട് സോഷ്യലായി ഇടപെടുമ്പോൾ മാത്രമാണ് അവർക്ക് നമ്മോട് സ്നേഹമുണ്ടാകുന്നത്. നാം അവർക്ക് സ്നേഹം കൊടുക്കാത്തത് കൊണ്ടാണ് അയൽവക്കത്തെ വീട്ടിലേക്കും അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കും നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്നത്. പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ സൂര്യപ്രകാശത്തിന് നേരെ സസ്യം വളരുന്നത് പോലെ ആ ഒരു സ്നേഹം പകർന്നു കൊടുക്കാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ ഇവിടെ എന്തെങ്കിലുമൊക്കെ സ്നേഹം കിട്ടുമ്പോൾ ആ സ്നേഹത്തിലേക്ക് നമ്മൾ മക്കൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് മക്കളോട് എന്ത് കുറ്റം ചെയ്താലും പെട്ടെന്ന് എന്ത് ചെയ്യാം, അടിക്കരുത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു കുട്ടി അവൻ ഡിഗ്രിക്ക് പഠിക്കുക ഇവിടെ വന്നിട്ട് എന്നോട് കരയുകയാണ്. അവന്റെ ജീവിതത്തിലെ അനുഭവങ്ങളും അവന്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളും കണ്ടിട്ട് എന്റെ മുന്നിൽ വന്ന് കരയുന്നു. ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ നാം ഒന്ന് മനസ്സിലാക്കി നോക്കണം, നമ്മുടെ കുട്ടികളെ ഒരു ഭീകര ജീവികളായി പിന്നെ ഒരിക്കലും നാം കാണരുത്. അവർക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ വീഴ്ചകളോ ഉണ്ടാകുമ്പോൾ പോലും അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് സ്നേഹബുദ്ധി അവരോട് നല്ല രീതിയിൽ പെരുമാറാനുള്ള ഒരു കൃത്യമായ മാർഗനിർദ്ദേശമാണ് ഒരു വാപ്പയും ഒരു ഉമ്മയും കൊടുക്കേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ സമ്പാദ്യമാണ്. അത് നമുക്ക് വിപത്തായി മാറാൻ കഴിയിട്ടിട്ട് മാറ്റാൻ നാം ശ്രമിക്കരുത്. അതുപോലെ തന്നെ കുഞ്ഞു മക്കളെ, അത് നമ്മുടെ മക്കളായാലും മറ്റുള്ള മക്കളായാലും അവർക്ക് കൊടുക്കേണ്ട സ്നേഹങ്ങളും അതുപോലെ അവർക്ക് വാത്സല്യങ്ങളും ഒക്കെ കൃത്യമായി നാം കൊടുത്തിരിക്കണം. നാം ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് കുഞ്ഞുമക്കൾ അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾ നമ്മുടെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോഴും മദ്രസയിലേക്ക് വരുമ്പോഴും അവർ നമ്മോട് സലാം പറയണം എന്നൊരു ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, കുഞ്ഞു കുട്ടികൾ നടന്നു പോകുന്ന സമയത്ത് അവരോട് സലാം പറയുമായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളോട് സലാം പറയുമായിരുന്നു. ഞാനും നിങ്ങളുമൊക്കെ ആണെങ്കിലോ വലിയ ഉസ്താദല്ലേ അല്ലെങ്കിൽ നിങ്ങൾ വലിയൊക്കെ ഇല്ലേ, അവർ നമ്മോട് സലാം പറയേണ്ടവരാണോ? കൊച്ചു കുട്ടികളോട് നമുക്ക് സലാം പറയും. പള്ളിയിലേക്ക് കടന്നു വരുമ്പോഴും മദ്രസയിലേക്ക് കടന്നു വരുമ്പോഴും റോഡിലൂടെ നടന്നു പോകുമ്പോഴും നമ്മുടെ
നമ്മുടെ ഒരു കുട്ടിയെ കാണുമ്പോൾ, നമ്മുടെ അയൽവക്കത്തെ വീട്ടിലെ കുട്ടിയെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞാൽ അവർക്ക് നമ്മോടുണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും, ഒരു സന്തോഷം, ഒരു 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 ആത്മവിശ്വാസം, ഒരു സ്നേഹം ആ കുട്ടികളിൽ വളർത്തിയെടുക്കാൻ കഴിയും. നാവുമായി അവർ ഒരു പെട്ടെന്ന് ഒരു സ്നേഹം അവരിലേക്ക് ഊട്ടിയുറപ്പിക്കാൻ കഴിയും. അപ്പൊ ഇങ്ങനെ കുഞ്ഞു കുട്ടികളോടുള്ള ഒരു സ്നേഹവും വാത്സല്യവും നിലനിർത്തി നമ്മുടെ മക്കളാണെങ്കിലും ലോകത്തെ മക്കളാണെങ്കിലും എല്ലാവരോടും ഒരു വാത്സല്യപരമായ സമീപനം കാണിക്കണമെന്നാണ് വിശുദ്ധമായ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മെച്ചമായ സംസ്കാരവും അതുപോലെ തന്നെ മെച്ചമായ ജീവിത രീതികളും നല്ല ഇടപെടലുകളും ഒക്കെ അവരോട് നടത്തുക എന്നുള്ളത് ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ച കാര്യങ്ങളാണ്. അള്ളാഹു തലത്തരത്തിൽ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നന്മയുള്ളവയാകുന്ന സന്താനങ്ങളാക്കി നാളാഖിറത്തിലേക്ക് എത്തുമ്പോൾ പരിപൂർണമായി വിജയം സമ്മാനിക്കുന്ന മക്കളാക്കി അള്ളാഹു തആല നമ്മുടെ മക്കളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.